നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ കടന്നിരിക്കുകയാണ്. ഇനി കാണാൻ പോകുന്നത് പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും ചെളിവാരി എറിയലുകളും ആയിരിക്കുമെന്ന കാര്യം ഏതൊരാൾക്കും നല്ലതുപോലെ അറിയാം. ഒരു നേതാവിനെ അങ്ങോട്ട് കുറ്റം പറയുമ്പോൾ എതിർ പാർട്ടിക്കാർ ഇവരുടെ നേതാവിനെ തിരിച്ചും പറയും. ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കി ജനങ്ങളിൽ എത്തിക്കുകയും ഇതൊക്കെ കണ്ട പൊതുജനങ്ങൾ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിലെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയും ചെയ്യും. കുറ്റം പറയലും കളിയാക്കലും മാത്രമല്ല, സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇത്രനാൾ നിന്ന പാർട്ടി വിട്ട് എതിർപക്ഷത്തേക്ക് ചേക്കേറാനും യാതൊരു മടിയുമില്ലാത്ത സോക്കോൾഡ് രാഷ്ട്രീയക്കാരെ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ സംസ്ഥാനമെന്നതിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സൗഹൃദമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് പകരം എന്തിനാണ് ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്നതെന്ന് പൊതുജനങ്ങൾക്ക് പോലും സംശയമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എതിർ പാർട്ടിക്കാരുടെ കുറവുകൾ വിളിച്ചു പറയുന്നതിന് പകരം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളോ വികസന കാഴ്ചപ്പാടുകളോ മുന്നോട്ട് വയ്ക്കാതിരിക്കുന്നതിലെ വിരോധാഭാസവും ജനങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ അടുത്തിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുൻ ആരോഗ്യമന്ത്രിയും പേരാവൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ KK ശൈലജയ്ക്കെതിരെ അഴിച്ചുവിട്ട വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്ന പ്രധാന വിഷയം. പേരാവൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊപ്പമാണ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാക്പോര് മുറുകുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോഴും KK ശൈലജയ്ക്ക് പാർട്ടി പ്രമോഷൻ നൽകുന്നുവെന്നാണ് പേരാവൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫിന്റെ വിമർശനം. വടകരയിൽ ശൈലജ തോറ്റപ്പോൾ CPMന്റെ കേന്ദ്ര കമ്മിറ്റിയിലെത്തി. ഇത്തവണയും പോളിറ്റ് ബ്യൂറോയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാമെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. പേരാവൂരിൽ KK ശൈലജ തോൽക്കുമെന്നത് പറയാതെ പറയുകയാണ് ഇതിലൂടെ സണ്ണി ജോസഫ് ചെയ്തിരിക്കുന്നത്. അതേസമയം സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങളും വിഴുപ്പലക്കലുകളും മറന്നിട്ടാണ് മറ്റവന്റെ കണ്ണിലെ കരടെടുക്കാൻ പോകുന്നതെന്ന ആക്ഷേപവും സണ്ണി ജോസഫിന്റെ പരാമർശത്തിന് പിന്നാലെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ സണ്ണി ജോസഫിന്റെ പരിഹാസത്തിന് മറുപടിയുമായി KK ശൈലജ രംഗത്തെത്തിയതും ജനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്ന ഒന്നാണ്. അങ്ങോട്ടൊന്ന് കൊടുത്താൽ തിരിച്ച് കൊടുക്കാതിരുന്നാൽ അതും കുറച്ചിലല്ലേ. ഇരിട്ടി താലൂക്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് CPM സ്ഥാനാർത്ഥിയായ KK ശൈലജ സണ്ണി ജോസഫിന്റെ പരാമർശത്തിന് മറുപടിയുമായി എത്തിയത്. പാർട്ടിയിൽ പ്രമോഷൻ കിട്ടിയത് തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ടല്ലെന്നും 2024 തോറ്റത് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ജനം വിചാരിച്ചതുകൊണ്ടാണെന്നും KK ശൈലജ പറഞ്ഞു. അഭിമാനത്തോടെയാണ് പേരാവൂരിൽ മത്സരിക്കുന്നത്. ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽ മാത്രം മത്സരിക്കുന്നതല്ല ഞങ്ങളുടെ രീതിയെന്നും KK ശൈലജ കൂട്ടിച്ചേർത്തു. സണ്ണി ജോസഫ് പറഞ്ഞതിന് മറുപടി കൊടുത്ത് 2 കോർട്ടിലും ഓരോ ഗോൾ വീതം വീണപ്പോൾ CPMനെതിരെയും കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനവുമായി വന്നിരിക്കുന്നത് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ്. CPMന്റെ വീഴ്ചയുടെ ഗുണം കോൺഗ്രസിന് കിട്ടില്ലെന്നും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത്. LDFും UDFും ജനങ്ങളെ വഞ്ചിച്ച പാർട്ടികളാണെന്നും 2 മുന്നണികളും ഒന്നാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ഇത്രയൊക്കെ ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന നേതാക്കളോട് പൊതുജനം ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന്. രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ടൊരു ഗോൾ അടിച്ച സ്ഥിതിക്ക് തിരിച്ചൊരു കിക്ക് അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നവരുമുണ്ട്. തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ തെളിയുമ്പോൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.